ബിഗ് ബോസ് പ്രോമോ കണ്ടവർക്കറിയാം, ആറ്റംബർഗ് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി കണ്ടസ്റ്റൻറ്റുകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ പഴയ സിനിമകളിൽ നിന്ന് ഏറ്റവും പ്രശസ്തമായ പെർഫോമൻസ് പുറത്തെടുത്ത് ആറ്റംബർഗ് ഫാനിനെ പ്രകീർത്തിച്ച് എന്തേലും ഒരു ചെറിയ സ്കിറ്റ് പോലെ എന്തേലും ചെയ്യണം. 8 പേരടങ്ങിയ 2 ടീമായിട്ട് തിരിച്ച് ബാക്കി 3 പേര് ജഡ്ജസായിട്ടിരുന്ന് അവരുടെ പെർഫോമൻസിനെ വിധിക്കണം. എല്ലാവർക്കും ഒരു മഞ്ഞ കളറ് ടീഷർട്ടൊക്കെ കൊടുത്ത് അവരുടേതായ രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഫിനാൻഷ്യൽ പാർട്ണറായി എന്ന് വെച്ച് ആറ്റംബർഗ് ഒരു ഫാനായി നന്നായി. വല്ല ഷഡ്ഡിയുടെയോ ബ്രേസറിൻ്റെയൊക്കെയോ കമ്പനി ആയിരുന്നെങ്കിൽ തകർന്നു പോയനെ. ഇവങ്ങളെല്ലാം പിടിച്ച് ഷഡ്ഡിയും ബ്രേസറും ഇടിച്ച് ആ കമ്പനീനെക്കുറിച്ച് പറയാൻ ഓരോ പെർഫോമൻസ് നടത്താൻ വേണ്ടി പറഞ്ഞേനെ. ഏതായാലും അതൊന്നും ഇല്ലാത്തത് നന്നായി. ഇല്ലെങ്കിൽ